നമസ്കാരം. പത്തനംതിട്ടയിൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ കുറച്ചു ദിവസത്തിനു മുമ്പ് +2കാരൻ വാരി നിരത്തടിച്ച SI ജിനുവിന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘമാണ് ക്രൂരമായ നരനായാട്ട് നടത്തിയത്. മഫ്തിയിലെത്തിയ SI ജിനുവിന് ഒരു പ്രശ്നവും സൃഷ്ടിക്കാതെ നടന്നുപോയ വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിയ സ്ത്രീകൾ അടക്കമുള്ള സംഘത്തിന് പോലീസിന്റെ ക്രൂരമായ പീഡനമാണ് ഉണ്ടായത്. സംഭവം വിവാദമായതോടെ സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ SI ഉൾപ്പെടെയുള്ള പോലീസ് സംഘമാണ് ആളുമാറി മർദ്ദിച്ചതെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. സംഭവം വിവാദമായതോടെ പ്രതിഷേധവുമായി രാഷ്ട്രീയ പാർട്ടികളടക്കം രംഗത്ത് വരികയും ചെയ്തു. പത്തനംതിട്ട SIക്കുണ്ടായ ഗുരുതരമായ വീഴ്ചയാണെന്ന് റിപ്പോർട്ട് DIGക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് നൽകി. കൂടാതെ SI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുകയും കൂടാതെ കേസെടുക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സസ്പെൻഷൻ അഥവാ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് ഇന്ന് കേരളം കരുതിയത്. എന്നാൽ അതിനെയെല്ലാം തള്ളിക്കൊണ്ട് SIക്ക് ഇതാ ഒരു സ്ഥലമാറ്റ ഓർഡർ, അതായത് ഒരു ട്രാൻസ്ഫർ ഓർഡറിൽ ഒതുക്കിയിരിക്കുകയാണ്. SP ഓഫീസിലേക്ക്, അതായത് ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഓഫീസിൽ നിന്നും വെറും 5 മിനിറ്റ് കൊണ്ട് പോയി എത്താവുന്ന SP ഓഫീസിലേക്കാണ് ഒരു സ്ഥലമാറ്റത്തിൽ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. ഇത്രയുമേറെ ഒരു നിഷ്ഠൂരമായ ഒരു സംഭവം നടന്നതിന് ശേഷം അറസ്റ്റ് ചെയ്ത് FIR ഇട്ടിട്ടുണ്ട്. അപ്പോൾ കേസെടുത്ത് അറസ്റ്റ് ചെയ്യുക, സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള അച്ചടക്ക നടപടികളിലേക്ക് പോകുന്നതിന് പകരം SIയെ സർക്കാർ തലോടുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരു കാരണവുമില്ലാതെ നടത്തിയ ലാത്തിചാർജിലും മർദ്ദനത്തിലും യുവതിയുടെ തോളല് ഒടിഞ്ഞിരിക്കുകയാണ്. 2 യുവാക്കളെ അതിക്രൂരമായാണ് SI മർദ്ദിച്ചത്. ഇന്നലെ രാത്രി 11:30 മണിയോടെ അഭാൻ ജംഗ്ഷനിലാണ് സംഭവം നടന്നത്. എന്താണ് ഇന്നലെ പത്തനംതിട്ട ജംഗ്ഷനിൽ നടന്നതെന്ന് വിശദമായി നോക്കാം. അതായത് കൊല്ലത്ത് വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത് ടെമ്പോ ട്രാവലറിൽ മടങ്ങിയ സംഘത്തിന് നേരെയാണ് അതിക്രമമുണ്ടായത്. എരുമേലി മുണ്ടക്കയം ഭാഗത്തു നിന്നുള്ള 20ഓളം പേരാണ് ട്രാവലിൽ സഞ്ചരിച്ചിരുന്നത്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മലയാളപ്പുഴ പുതുക്കുളം സ്വദേശിയെ കൂട്ടിക്കൊണ്ടുപോകാൻ ഭർത്താവ് എത്തി അമ്പാൻ ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്നു. ഇവരെ ഇറക്കി വിടാൻ വേണ്ടി വണ്ടി നിർത്തിയപ്പോൾ യുവതിയടക്കം 5 പേർ പുറത്തിറങ്ങുകയും ചെയ്തു. ഇവരിൽ ചിലർ റോഡരികിൽ മൂത്രമൊഴിക്കുകയും ചെയ്തു. ഇതിനിടെ പാഞ്ഞു വന്ന പോലീസ് വാഹനം നിർത്തി ഓടടാ എന്ന് പറഞ്ഞ് ലാത്തിചാർജ് ചെയ്യുകയായിരുന്നു. SI ജിനു മഫ്തിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അമ്പാൻ ജംഗ്ഷനിലെ ബാറിന് സമീപം അടിപിടി നടക്കുന്നുവെന്ന് സ്റ്റേഷനിൽ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം എത്തിയതെന്നാണ് പറയുന്നത്. ക്വാർട്ടേഴ്സിലായിരുന്ന SI ജിനു സ്റ്റേഷനിൽ നിന്നും വിളിച്ചത് അനുസരിച്ചാണ് എത്തിയത്. പോലീസ് സംഘം ചെന്നപ്പോൾ ഒരു യുവതിയും 4 പുരുഷന്മാരും ചെന്ന് ബാറിന് മുന്നിൽ നിന്ന് സെൽഫി എടുക്കുന്നതാണ് കണ്ടത്. ഹെൽമറ്റ് ധരിച്ച 2 പേർ ഓടിപ്പോകുന്നത് കണ്ടുവെന്നും ഇവരും പോലീസിനോട് പറഞ്ഞുവെന്നും പറയുന്നു. എന്നാൽ ഇവരും ആ സംഘത്തിൽ ഉള്ളവരാണെന്ന് കരുതി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞത്. സിത്താരയെ പോലീസ് മർദ്ദിക്കുന്നത് തടയാൻ ശ്രമിക്കുമ്പോഴാണ് ശ്രീജിത്തിന് മർദ്ദനമേൽക്കുന്നത്. പോലീസ് സംഘത്തിൽ 2 പേരൊഴികെ എല്ലാവരും മഫ്തിയിലായിരുന്നു. SC ST വിഭാഗത്തിൽപ്പെട്ടവരാണ് മർദ്ദനമേറ്റവർ. ഈ വകുപ്പുകൾ ചുമത്തി പോലീസിനെതിരെ കേസ് വരാനും കൂടാതെ പട്ടികജാതി കമ്മീഷൻ ഇടപെടാനും സാധ്യതയുണ്ട്. ഒരു സംഭവം പോലീസ് സ്റ്റേഷനിലേക്ക് ആരെങ്കിലും ഒരാൾ ഒരു കോള് വിളിച്ച് പറയുമ്പോൾ ഇന്ന സ്ഥലത്തൊരു സംഘർഷമുണ്ട് അല്ലെങ്കിൽ ഒരു അടിയുണ്ട് നടക്കുമ്പോൾ ഉടനെ ചെന്ന് റോഡിൽ കാണുന്നവരെ ലാത്തി കൊണ്ട് തല്ലാനുള്ള ലൈസൻസ് ഒന്നും ഇന്ത്യൻ ഭരണഘടനയിലോ പോലീസിന്റെ നിയമാവലിയിലോ ഒന്നും പരാമർശിച്ചിട്ടില്ല. പോലീസിന് ആ സ്ഥലത്തേക്ക് എത്തണം, അത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. എത്തി അവിടെ എന്താണ് സംഭവം നടന്നതിന് ശേഷം പ്രശ്നക്കാരാണെങ്കിൽ പോലീസിന് അയാളെ സ്റ്റേഷനിലേക്ക് പോലീസ് ജീപ്പിൽ ഔദ്യോഗിക പോലീസ് വാഹനത്തിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാം. അതല്ല ഇത്തിരി പ്രശ്നം ഗുരുതരമാണെങ്കിൽ സംഭവം അറിഞ്ഞതിന് ശേഷം മാത്രം ലാത്തി ചാർജ് ഉൾപ്പെടെ നടത്തുക. അല്ലാതെ കണ്ണിൽ കാണുന്നവരെയൊക്കെ ലാത്തി ചാർജ് നടത്താനുള്ള പോലീസിന് അങ്ങനെ സ്വതന്ത്രമൊന്നും ഇന്ത്യൻ ഭരണഘടനയിലോ പോലീസിന്റെ നിയമാവലിയിലോ ഒന്നും ഇട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും പോലീസിന്റെ ഈ നടപടിക്കെതിരെ, അതായത് പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാതെ വെറും സ്ഥലം മാറ്റത്തിൽ ഒതുക്കിയതിനെതിരെ രാഷ്ട്രീയ പാർട്ടികൾ സമരവുമായി വരും ദിവസങ്ങളിൽ മുന്നിലേക്ക് ഉണ്ടാകുമെന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.